ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ക്യാരറ്റ് ബോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇനി ഇതാ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ടേക്ക് കിടക്കാം. അതിനായി ഞാൻ ഇവിടെ 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 4 ക്യാരറ്റിലാണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി ഇത് നമുക്ക് നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ക്യാരറ്റൊക്കെ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഗീയിലിട്ട് വഴറ്റിയെടുക്കാം. അതിനായി ഞാൻ ഇവിടെ ആദ്യം തന്നെ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇല്ലേ അതിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഞാൻ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി പഞ്ചസാര മെൽട്ടാകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇത് പഞ്ചസാര മെൽട്ടാകാൻ തുടങ്ങിയാൽ വെള്ളം പോലെ വരുന്നുണ്ടാവും. അത് നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. അപ്പം ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 5 കോഴിമുട്ട ഉടച്ച് വീഴ്ത്തിയിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത് 3-4 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച നമ്മളെ ക്യാരറ്റില്ലേ അത് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഞാൻ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ച് കൊടുക്കുക. പാലൊഴിച്ച് കൊടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും പോള. എന്നിട്ട് ഇത് നല്ല പോലെ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ ഞാൻ ഇവിടെ ഫ്ലെയിം കത്തിച്ചിട്ട് ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 30 മിനിറ്റ്സ് കുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ അടിയിൽ ഇതുപോലുള്ള ഒരു പഴയ പാൻ ഉണ്ടാവില്ലേ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ ഇതുപോലെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിസ്മിസോ അതുപോലെ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം കൂടി ഞാൻ ഇവിടെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലുള്ള ഒരു കത്തി കൊണ്ട് ഞാൻ കുത്തി നോക്കിയിട്ടുണ്ട്. നമ്മൾ കത്തിയിലൊന്നും പറ്റിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ പോള ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല പോലെ ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് കേട്ടോ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ. എന്നാലേ നമുക്കിതുപോലെ കിട്ടുള്ളൂ. അങ്ങനെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായ രുചികളുമായി വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.